ഓക്കെ, അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ ഞാൻ ടെക്നിക്കലി ഒന്നും സംസാരിക്കുന്നില്ല, ചാർട്ടിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, ട്രേഡിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു ബിഗിനർക്ക് ഇത് യൂസ് ആവും. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് സൈക്കോളജിയൊക്കെ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ട ഒരാവശ്യമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ഞാൻ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിങ് അവരെ നോക്കിയിട്ട് മാത്രമാണ്, അല്ലെ അവരെ മനസ്സിൽ കണ്ടിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഈ ഇടയ്ക്ക് 2-3 കുറേ DMs വരാറുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളത് എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരാൻ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ലിജിഡായിട്ട് കൺസിഡർ ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് വേണം ചിന്തിക്കാം, ICT ഇത് ഫ്രീ ആയിട്ടല്ലേ ചെയ്യുന്ന യൂട്യൂബിൽ, ആളെന്ത് കണ്ടിട്ടാണ് ഈ ഒരു സംഭവം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പകുതി കൂടുതൽ ആൾ മെൻറ്റർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് പ്രൈവറ്റ് മെൻറ്റർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നിനെയും പറ്റി ഞാൻ എൻഫോഴ്സ് ചെയ്ത് പറയല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്. ഇത് ആൾക്കാരുടെ ഒരു ചിന്തയാണ്. അതായത് ഫ്രീ ആയിട്ട് ഓക്കെ, അവന് ഫ്രീ ആയിട്ട് കിട്ടിയാലും ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ അങ്ങനെയല്ല. അതായത് എനിക്കിപ്പം എൻ്റെ മെൻറ്റർഷിപ്പ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്താണെന്ന് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഞാൻ വഴിയേ പറയാം. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ അതിൻ്റെ കൺക്ലൂഡിലേക്ക് എത്താം. ഓക്കെ, അപ്പം ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ, ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക, ദെൻ ഗോ ഫോർ ഇറ്റ്. ഞാൻ ഫ്രീ ആയിട്ട് പഠിച്ച ഒരാളാണ്, പക്ഷേ ഞാനൊരു മെൻറ്റർഷിപ്പിലും പോയി പഠിച്ച ഒരാളല്ല. ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഇതിനകത്തുനിന്ന് ഗ്രാസ്പ് ചെയ്തെടുത്ത ഒരാളാണ്. പക്ഷേ എനിക്കുണ്ടായ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സമയം കുറേ കളഞ്ഞു. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ മെൻറ്റർഷിപ്പ് ജോയിൻ ചെയ്യുന്ന ഒരാൾ, ഞാൻ ഒരിക്കലും എൻ്റെ മെൻറ്റർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യല്ല, അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ പറയും ഇപ്പം കമൻറ്റ് ബോക്സിലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിസ്ക്ലെയിമറായിട്ട് പറയുന്നത്. അതായത് ഇപ്പം എൻ്റെ മെൻറ്റർഷിപ്പ് വരുന്ന ഒരാൾ വേണമെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇപ്പം ലാസ്റ്റ് വന്ന കുറച്ച് ആൾക്കാർ, ഒരു 3 months മുമ്പേ വന്ന ആൾക്കാർ, അവർക്ക് ഡയറക്റ്റ് ഒരു സെറ്റപ്പ് കിട്ടി, അവർ അതിനകത്ത് ഒരു 60-70% വിൻ റേറ്റ് കണ്ട ആൾക്കാരാണ്. അവർ കണ്ണുകൊണ്ട് അവർ ചെയ്ത് കണ്ട ആൾക്കാരാണ്. ഓക്കെ, അവർക്കൊരു 3 months 4 months എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ, എനിക്കിപ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ട്, ഞാൻ തന്നെ ബിൽഡ് ചെയ്തൊരു സെറ്റപ്പ് എനിക്കുണ്ട്. ആ ഒരു സെറ്റപ്പ് ഞാൻ ബിൽഡ് ചെയ്യാൻ എടുത്തൊരു സമയം എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി ഹൈ. അതേപോലെ തന്നെ ഞാനൊരു ICT ട്രേഡറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ടേമും എൻ്റെ സെറ്റപ്പ് ബിൽഡ് ചെയ്തേക്കുന്നതിന് ICT ബേസ്ഡ് മാത്രമേ, ടൈം ആൻഡ് പ്രൈസ് ആൽഗോരിതം ട്രേഡ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റണം, ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ നോളജ് ഗ്രീഡ് മാറ്റണം. അത് മാത്രമല്ല, നിങ്ങൾ ഒരു സെറ്റപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ള സെറ്റപ്പിലേക്ക് പോവുക. ചിലർ നിങ്ങൾ യൂട്യൂബിൽ കയറി ICT സ്ട്രാറ്റജി, ഓക്കെ, ഇന്ന് ഒരാൾ വന്നിട്ട് ഒരു സ്ട്രാറ്റജി പറയും, നാളെ വന്നിട്ട് വേറെ ഒരാൾ സ്ട്രാറ്റജി പറയും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നിങ്ങൾ യൂട്യൂബേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ട്രേഡിംഗ് കണ്ടന്റ്, ഞാൻ സ്ട്രാറ്റജിയെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, അങ്ങനെ യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ട്രേഡേഴ്സ് വരുവാണെങ്കിൽ അവരുടെ അക്കൗണ്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർക്കൊരു 5, 6, 7, 8 സ്ട്രാറ്റജി, അതിൽ കൂടുതൽ സ്ട്രാറ്റജി വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് അവർക്കറിയാം ഒരു ബിഗിനറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ഇതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇതിപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ തംബ്നെയിലിൽ, ഓക്കെ, ഞാൻ ഈ ഒരു സ്ട്രാറ്റജി മതി, നിങ്ങൾക്ക് $10 നിന്ന് $10,000 ആക്കാമെന്ന് പറഞ്ഞൊരു തംബ്നെയിൽ ഇടുന്നതും, പിന്നെ വർക്ക് ഓൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു തംബ്നെയിലുണ്ട്. ഇത് രണ്ടിൽ ഏതായിരിക്കും ആൾക്കാർ ക്ലിക്ക് ചെയ്യുക? ഒരു ബിഗിനർ ഒബ്വിയസ്ലി ആദ്യത്തേതായിരിക്കും. ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. സോ ഒരു യൂട്യൂബറും ഈ പറയുന്ന ഈ 100 നമ്പർ ഓഫ് സ്ട്രാറ്റജീസും യൂസ് ചെയ്തിട്ടല്ല അവർ ട്രേഡ് ചെയ്യുന്നത്. അവർക്കൊരു സെറ്റപ്പ് കാണും, അവർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് കാണും, അത് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. എൻ്റെ സെറ്റപ്പ്, ഞാൻ ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പ് സിൽവർ ബുള്ളറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം, പലർക്കും അറിയാം. സിൽവർ ബുള്ളറ്റിൽ മാക്രോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സെറ്റപ്പ് എന്താണെന്ന് ലിറ്ററലി എനിക്കും എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. സോ അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ വർക്ക് ചെയ്തെടുത്തൊരു സംഭവമാണ്. അതിൽ എൻ്റെ എഫേർട്ട് കുറേ ഉണ്ട് ആ ഒരു സെറ്റപ്പിൽ. ഓക്കെ, അപ്പം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് എനിക്ക് അടുത്ത പറയാനുള്ളത് സ്കാമിനെ പറ്റിയാണ്. അതായത് സ്കാം എന്ന് പറയുന്നത് പല രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. കോഴ്സ് സെല്ലിങ്ങിൻ്റെ സ്കാമുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ മെയിനായിട്ട് കാണുന്നതാണ് ബ്രോക്കറിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം.
എനിക്ക് ദുബായിലുള്ള ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചു, ഒരാൾ മെസ്സേജ് അയച്ചു, പേരൊന്നും ഞാൻ പറയുന്നില്ല. ആൾ ഒരു 12,000 ദിർഹം എന്തോ ഏതോ ഒരു ബ്രോക്കറിൽ ആൾ ഇൻവെസ്റ്റ് ചെയ്തു. അത് അവൻ്റെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തു. അതെല്ലാം MT4 പ്ലാറ്റ്ഫോം ആൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ എങ്ങനെയോ ട്രേഡ് ചെയ്ത്, ആൾ പ്രോഫിറ്റായിരുന്നു. അതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആൾ പ്രോഫിറ്റിലായിരുന്നു. പക്ഷേ ഈ ബ്രോക്കേഴ്സ് വന്നിട്ട് ആൾക്ക് സിഗ്നൽ കൊടുത്തു. അങ്ങനെ സിഗ്നൽ കൊടുത്തത് കാരണം മാത്രം ഇദ്ദേഹം ഈ ഒരു $12,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾ ലോസിലേക്ക് പോയി. അയാളുടെ ഒരു $7,000 ലോസിലാണ്. അപ്പം എനിക്ക് ഇയാൾ മെസ്സേജ് അയക്കുന്നത് ഇതെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമോ ബ്രോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അക്കൗണ്ട് മാനേജ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ആളോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ആൾ ഡീപ്പായിട്ട് സംസാരിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത്, ഇങ്ങനെ അവർ പറഞ്ഞു, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സിഗ്നൽസ് വന്നപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയണക്ക് മുതൽ എൻ്റെ ലോസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ എനിക്ക് ലോസാണ്. അപ്പം ബാക്കിയുള്ള മണി വിഡ്രോ അടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർ പറയുന്നത് ഈ ലോസായ എമൗണ്ട് തിരിച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ വിഡ്രോ പുതിയ മണി ആ ഒരു പഴയ ക്യാപിറ്റലിലേക്ക് വിഡ്രോ പിന്നെ ഇടണം, ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന്, പഴയ ക്യാപിറ്റലിലേക്ക് വരണമെന്ന്. അതായത് ഈ ലോസ് ആയ മണി അത്രയും പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പം ഇതൊരു സ്കാമാണ്. ബിക്കോസ് അവിടെ ആൾ പെട്ടുപോയി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ വേറെ രീതിയിൽ ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമെങ്കിലും ബട്ട് സ്റ്റിൽ പെട്ടുപോയെന്ന് തന്നെ പറയാം. അതിന് കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ആൾ എന്നെ സമീപിച്ചത് ഇങ്ങനത്തെ ഒരു കാര്യം, ഒരു ലോസ് റിക്കവർ ചെയ്ത് കൊടുക്കാവോ എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അക്കൗണ്ടൊന്നും മാനേജ് ചെയ്യുന്നില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പല ആൾക്കാരും വരാറുണ്ട്. പല ഇതിലും 5,000 രൂപയ്ക്ക് കോഴ്സ്, 2,000 രൂപയ്ക്ക് PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ സെറ്റപ്പ് സ്ട്രാറ്റജി 3,000 രൂപയ്ക്ക് പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമേഴ്സും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് വരുന്നത്. ഇത് ഒരു ബിഗിനർ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ ട്രേഡിങ് ഈസി. പക്ഷേ ട്രേഡിങ് ഈസിയാണ്, ഞാൻ പറയാം, ട്രേഡിങ് ഈസിയാണ്. പക്ഷേ സിമ്പിളല്ല, ഒരിക്കലും സിമ്പിളല്ല ട്രേഡിങ്, പക്ഷേ ഈസിയാണ്. പക്ഷേ ഈസി ആകുന്നത് നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ടിട്ടാണ്. ഒബ്വിയസ്ലി അത് അത്രയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഞാനല്ലേ, നിങ്ങൾ എന്നെ സോറി, എൻ്റെ ഫോൺ അടിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ആസ് എ പേഴ്സൺ നമ്മൾ എന്താണ് എന്നുള്ളതിലാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം അത് മനസ്സിൽ വെച്ചോളൂ. അപ്പം അതൊരു ഏറ്റവും ബിഗസ്റ്റ് ഒരു സംഭവമാണ്. നിങ്ങൾക്കൊരു PDF വായിച്ചെന്ന് പറഞ്ഞിട്ട്, ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പ്രോഫിറ്റ് ആകാൻ പറ്റത്തില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കും. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. നിങ്ങൾ എത്ര നാളായിട്ട് എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നത് വരില്ല, എത്ര നാളായിട്ട് നിങ്ങൾ ICTയുടെ വീഡിയോ തന്നെ കാണുന്നുണ്ട്? നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെന്ന്? ആണെങ്കിൽ ഓക്കെ, വിച്ച് ഈസ് വെരി ഗുഡ്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. പക്ഷേ നിങ്ങളെ ലാഗ് ചെയ്യിക്കുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഇല്ലാത്തതാണ്. എല്ലാവർക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്കും, ബ്രേക്കർ ബ്ലോക്കും, സംഭവങ്ങൾ ഇൻവേർഷനും മിറ്റിഗേഷൻ ബ്ലോക്കും സാധനം എല്ലാം അറിയാം. പക്ഷേ ഇതെല്ലാം എന്ന് പറയുന്നത് അവിടെ ഇവിടെ എല്ലാം കളി. ഇതിനെ ഒരുമിച്ചാക്കുന്നിടത്താണ് സെറ്റപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലാക്കുക. ഇനി ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ സെറ്റപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പർട്ടിക്കുലർ പ്ലാനിനെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയണം. ഈ ഒരു പ്ലാൻ ബിൽഡ് ചെയ്ത്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ ബിൽഡ് ചെയ്തെന്ന് വിചാരിച്ചോ, ആ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ എനിക്ക് ഡയറ്റ് പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതി വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫിറ്റ്നസ് ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ഈ സംഭവം ട്രേഡിങ്ങിലും. അതായത് ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിസിപ്ലിനും ഒരു മൈൻഡ് സെറ്റും ടുവേർഡ്സ് ദ ഗോളാണ്. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോപ്പർ മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത മേജറായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പലതും തോന്നും, നിങ്ങളുടെ ഡോപ്പോമൈനെ നിങ്ങളിങ്ങനെ വെറുതെ ഇട്ട് യൂസ് ചെയ്ത് കളയാതിരിക്കുക. ഇത് ഭയങ്കര രീതിയിൽ നിങ്ങളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ പല കാര്യങ്ങളിൽ അഡിക്ഷൻ ഉള്ളവരുണ്ടായിരിക്കാം, നിങ്ങൾ ഫോൺ വാച്ച് ചെയ്യുന്നവരുണ്ടാവാം, നിങ്ങൾ സിഗരറ്റിൽ അഡിക്ഷൻ ഉള്ളവരായിരിക്കാം, നിങ്ങൾക്ക് ഡ്രിങ്ക് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് പല ഹാബിറ്റ്സും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഡോപ്പോമൈനെ നിങ്ങൾ എങ്ങനെ റിലീസ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഡോപ്പോമൈനുമായിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് യൂട്യൂബിൽ തന്നെ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ട്, എടുത്ത് കേട്ട് നോക്കുക, ബുക്ക് വായിച്ച് നോക്കുക.
PDF വായിച്ച് നോക്കുക, എങ്ങനെയാണ് ഇത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. എസ്പെഷ്യലി ട്രേഡിങ്ങിൽ നിങ്ങൾക്കിപ്പം എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡോപ്പോമൈൻ കിക്കില്ലേ, അല്ലെങ്കിൽ വിഷമം നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സംഭവമില്ല, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഒരു പോൺ അഡിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പോൺ അഡിക്ഷൻ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കത് കാണാനും വാച്ച് ചെയ്യാനും ഉള്ള ഏർജ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ, ഒരു സൈക്കിൾ പീരീഡ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏർജ് ഉണ്ട്. ആ ഏർജിനെ മാറ്റി വെക്കുക. അവിടെ നിന്ന് നിങ്ങളുടെ ഇമോഷനുമായിട്ടാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ്. എൻ്റെ ട്രേഡിങ് കരിയറിനെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു 0.1% ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഞാൻ എൻ്റെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ നാൾ മുതലാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല. അതായത് നമ്മുടെ ഈഗോ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അറിയാത്ത കാര്യം അറിയത്തില്ലെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യണം. അറിയാവുന്ന കാര്യം അറിയാവുന്ന തന്നെ വാർന്ന് പറയണം. എനിക്കറിയാത്ത പല കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ICT പറഞ്ഞിട്ടുള്ളതിൻ്റെ പല കാര്യങ്ങളും എനിക്കറിയാത്തതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട സാധനം ഞാൻ കുക്ക് ചെയ്തു, എനിക്ക് കിട്ടി. ഇനിയിപ്പം ICT ഒരു വീഡിയോ സീരീസ് തുടങ്ങിയാൽ തന്നെ എനിക്കത് കാണേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി ഐ ഹാവ് മൈ സെറ്റപ്പ്. ഐ എം സീയിങ് ദാറ്റ് ഈസ് വർക്കിംഗ്. ഐ എം മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ഐ എം സീയിങ് ദാറ്റ് വർക്കിംഗ്. ഞാൻ മാത്രമല്ല, ഞാൻ ഇത് പബ്ലിക്കലി പറയുന്നതാണല്ലോ. എനിബഡി ക്യാൻ കമൻറ്റ്. ഞാൻ ഈ പറയുന്ന സംഭവം എൻ്റെ സ്റ്റുഡൻസ് അവർക്ക് വന്നിട്ട് അവർക്ക് ആർഗ്യൂ ചെയ്യാം. ബിക്കോസ് ഞങ്ങളെല്ലാം ഒരുമിച്ച് കാണുന്നേ. ഞങ്ങൾ ഒരു ദിവസത്തിൽ 5 ദിവസം ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന ട്രേഡ് എല്ലാം ലൈവായിട്ട് അവരുടെ മുന്നിൽ നിന്ന് എടുക്കുന്നതാണ്. സോ വി ബോത്ത് ആർ സീയിങ് ദ സെയിം തിങ് ഹാപ്പനിങ് എവറി ഡേ. നോട്ട് എവറി ഡേ. നമുക്ക് ചില ദിവസങ്ങളിൽ ഇത് നമ്മുടെ സെറ്റപ്പ് ഫോം ചെയ്താലും നമുക്ക് ലോസ് ആവാറുണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻ എൻ്റെ സെറ്റപ്പ് വർക്കായില്ലെന്നുള്ളതല്ല. അവിടെയാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റും ആസ് എ ട്രേഡർ അവിടെയാണ് ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ കാര്യവും നിങ്ങളുടെ ആ ഒരു ലേണിംഗ് സ്റ്റേജിലാണ്, ലേണിംഗ് കർവിലാണ്. സോ അത് മനസ്സിലാക്കുക. കുറേ മിസ്റ്റേക്കുകളുണ്ട്, കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട് ഇവിടെ. അതൊന്നും നിങ്ങൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിലൊരു ലോങ് റണ്ണിൽ പോകാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു മനുഷ്യനും ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഫീൽഡിൽ. ഞാൻ ട്രേഡ് ചെയ്തപ്പോൾ 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ദുബായ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഇടയ്ക്ക് വെച്ച് അത് ക്വിറ്റ് ചെയ്തു. ഇപ്പം എന്നോട് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ സെറ്റപ്പ് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിൽ എസ്പെഷ്യലി ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഇത് എല്ലാ മനുഷ്യർക്കും ഡിഫറെൻ്റാണ്. ഈവൻ ഒരു ഫാമിലി ജീവിക്കുന്ന ഒരു ബ്രദറും, എൻ്റെ ബ്രദറിനില്ല ഈ മൈൻഡ് സെറ്റ്. ഈവൻ ഞാൻ എൻ്റെ ബ്രദറിനെ ഞാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ സെറ്റപ്പ് ഡെലിവർ ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ദേ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ദിസ് തിങ്. സോ എല്ലാവരും സെയിം അല്ല. സോ അതുകൊണ്ട് ലാസ്റ്റ് ടൈം ഞാൻ മെൻറ്റർഷിപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോഴായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ. കുറേ എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മെൻറ്റർഷിപ്പിനെ പറ്റി. അതിനകത്തൊരു ഒരു 10 മെസ്സേജ് എനിക്ക് അയച്ചിട്ടുള്ള ആൾക്കാരിൽ 2 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. രണ്ടോ പേരെ എടുത്തിട്ടുള്ളൂ. അവർക്കറിയാം ഞാൻ എങ്ങനെയാണ് അവരോട് സംസാരിച്ചതെന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഞാൻ വീഡിയോസ് കുറച്ച് നാൾ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് DM ചെയ്യാറുണ്ട്. എന്താണ് ബ്രോ, എനിക്ക് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ, ടെക്നിക്കൽ അനാലിസിസ് ഇടുന്നില്ലേ, കോർ കണ്ടൻറ്റ് ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല, ഞാനങ്ങനെ കോർ കണ്ടൻറ്റ് ഇടാനോ അല്ലെ ICT തർജ്ജമേറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ടെലിഗ്രാം, യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഇപ്പോൾ കാണാം. കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊന്നും അല്ല കാര്യം എന്നുള്ളൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എന്ന് വരുന്നു, അവിടെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ഗെയിം സ്റ്റാർട്ട് ഫ്രം വെയർ യു ഫൈൻഡ് യുവർ സെറ്റപ്പ്. എന്നിട്ട് അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രത്തോളം കാണുന്നുണ്ട് വിൻ റേറ്റ്, അവിടെയാണ് ഗെയിം ലിറ്ററലി. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, ഓപ്പണായിട്ട് ഞാൻ പറയാം. സോ റാൻഡമായിട്ട് നിങ്ങൾ ചുമ്മാ അവിടെ ഇവിടെയും കിടന്ന് കറങ്ങി അടിച്ച് നടക്കാതെ ഫൈൻഡ് യുവർ ഓൺ സെറ്റപ്പ്. ഇറ്റ് കുഡ് ബി യുവർ ഓൺ സെറ്റപ്പ്. അതർവൈസ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം. ദെൻ ഗോ ഫോർ ഇറ്റ്, വർക്ക് ആൻഡ് സീ ദ റിസൾട്ട്. ചിലപ്പോൾ ഇറ്റ് കുഡ് ബി നിങ്ങളൊരു 2-3 മാസമെങ്കിലും വർക്ക് ചെയ്യാതെ ഈ ഒരു സെറ്റപ്പ് എത്രത്തോളം വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, അൺലെസ് അതിന് ഡേറ്റ ഇല്ലാത്തടത്തോളം കാലം. ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പിൽ എനിക്ക് ഡേറ്റാസ് ഉണ്ട്. എനിക്കിപ്പോൾ എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് വന്നിട്ട്, അല്ല എനിക്ക് ഫീസ് ഒന്ന് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ
അയാൾക്ക് റിലയബിലിറ്റി ഉണ്ടാവണം. ഐ മീൻ എന്താണ് ഞാൻ കാണിക്കുന്നത്, ഇപ്പം ഞാൻ കാണിക്കുന്നതിൻ്റെ ബിഎൻഡിൽ ഷോ ഓഫ് ചെയ്യുന്നതല്ല, ഞാൻ അങ്ങനെ ഷോ ഓഫ് ചെയ്യത്തില്ല. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പാർട്ട് ആർക്കറിയാം. എന്നാലും എനിക്ക് അത്ര അടുത്തറിയാവുന്ന എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ നല്ല രീതിയിൽ ബിഎൻഡിലും കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കാണിക്കാനുള്ള ഡേറ്റാസാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഞാൻ എടുക്കുന്ന ട്രേഡ്സ് കുറേ അതിനകത്തുണ്ട്. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ ഒരു കാര്യത്തിൽ. എസ്പെഷ്യലി ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റേ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. കഴിഞ്ഞൊരു 1 year ആയി. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. സോ ഐ വാസ് തിങ്കിങ് അബൌട്ട് ഓൾ ദ ഷിറ്റ് ഹാപ്പനിങ് ലാസ്റ്റ് 1 year. I grown so much and I gained so much knowledge. I'm so happy about it. Thank God. കുറേ പേര് ഭയങ്കര നെഗറ്റീവായിരുന്നു. ഞാൻ വെനെവർ ഐ സ്റ്റാർട്ടഡ് അവിടെ തൊട്ട് തുടങ്ങിയതാണ് ആൾക്കാർ വെറുക്കാൻ. ഈവൻ എൻ്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ എന്നെ വെറുത്തു. ജോലി ഇല്ലയോടാ, പണിക്ക് പോടാന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ എന്തോ ഒരു സാധനം എന്നെ പിടിച്ചു നിർത്തി, അത് തന്നെ എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നു. ഐ എം സോ ഹാപ്പി ബീയിങ് എ ട്രേഡർ. ഇറ്റ്സ് ഫ്രീഡം ഈ ഒരു ലൈഫ്. സോ അത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് അറ്റം പോയാലും, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫ്രൂട്ടില്ലേ, അതിൻ്റെ ഫൈനൽ പാർട്ട് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യത്തില്ല ഈ ഫൈനൽ പാർട്ട്, ഈ ഒരു ഫൈനൽ പാർട്ട്. സോ താങ്ക് യു.